നന്ദുവിനെ കൊല്ലാൻ നോക്കിയത് അനാമികയാണെന്നുള്ള സത്യങ്ങളൊക്കെ ഇപ്പൊ നവ്യ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? ആദ്യം തന്നെ നവ്യ ഇത് ചെന്നിട്ട് കനകയോടാണ് പറയുന്നത്. ഇത് കേട്ട് ആകെ കലിതുള്ളി നിൽക്കുകയാണ് കനക. ഏതൊരമ്മയ്ക്കായാലും സ്വന്തം മക്കളെ കൊല്ലാൻ നോക്കി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ തോന്നുന്നു. രണ്ടും കൽപ്പിച്ച് കനക നേരെ ചെന്നിട്ട് അനാമികയുടെ കവളത്തിട്ട് ഒരൊറ്റ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അതിന്റെ പിന്നാലെ പിന്നെ നവ്യ തിരിച്ചു മറിച്ചും പൊട്ടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇടയ്ക്ക് വെച്ചിട്ട് അനാമിക കടം കൊടുക്കാനുള്ള ഒരു പെണ്ണ് അനന്തപുരിയിലോട്ട് കയറി വരുന്നുണ്ട്. പിന്നെ അവിടെ നല്ല അടിപൊളി ട്വിസ്റ്റുകളാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും അനാമിക പുറത്താവാനുള്ള സമയമായി. എന്തായാലും ഇന്നത്തെ കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് നവ്യ വളരെ വിഷമിച്ചുകൊണ്ട് ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇത് കണ്ടുകൊണ്ട് കനക നവ്യയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മോളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ആ അമ്മേ, ഞാൻ അമ്മയെ കാത്തു നിൽക്കായിരുന്നു. അമ്മയൊന്നിങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അഭി വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അതോ ആ കാന്താരി ജലജ എന്തെങ്കിലും പറഞ്ഞോ? അവരെന്നോടൊന്നും പറഞ്ഞിട്ടില്ലമ്മേ. അവരിങ്ങോട്ട് പറയാൻ വരട്ടെ. അവർക്ക് അതിന്റെ 10 മടങ്ങ് കൊടുക്കാനുള്ളത് എന്റെ കയ്യിലുണ്ട്. പിന്നെന്താ മോളെ? അമ്മേ, നമ്മുടെ നന്ദുവിനെ അന്ന് കുറെ ഗുണ്ടകൾ ചേർന്ന് കൊല്ലാൻ നോക്കിയില്ലായിരുന്നോ? ആ അതെ. അവരാരാണെന്ന് നമുക്കറിയോ? ഇല്ല. ആരാ മോളെ? ആരാന്നറിഞ്ഞോ? ആരാന്നറിഞ്ഞിട്ട് വേണം അവന്റെ കണ്ണിലെ മുളക് വാരി എറിയാൻ. അമ്മേ, അത് വേറെ ആരുമല്ല, അനന്തപുരിയിലെ കൊച്ചു തമ്പുരാട്ടി തന്നെയാ. ആര്? അനാമികയോ? അതെ അമ്മേ. അവളുടെ അമ്മയ്ക്ക് വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടതാ. മോളെ, സത്യമായിട്ട് നീ കേട്ടതാണോ? എന്തിനാ അമ്മേ ഞാൻ ഈ കാര്യത്തിൽ കള്ളം പറയുന്നത്? സത്യമായിട്ട് ഞാൻ കേട്ടതാണ്. ഓഹോ, അപ്പൊ അവളായിരുന്നു എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതല്ലേ? അമ്മേ, ഇത്രയും ദിവസം ഇത് വെറും ഒരു സംശയം മാത്രമായിരുന്നു. അവളെ അവളുടെ അച്ഛനും അമ്മയും വെറുതെ വിടരുതമ്മേ. ഒരിക്കലുമില്ല. എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയവരെ ഞാൻ വെറുതെ വിടില്ല. ഈ കനകദുർഗ ആരാണെന്ന് അവക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മോള് വന്നേ. ഇതും പറഞ്ഞ് കനക നവ്യയും കൂട്ടിയിട്ട് അനാമികയുടെ അടുത്തേട്ടാണ് കേട്ടോ ചെല്ലുന്നത്. പിന്നെ കാണിക്കുന്നത് ഏതോ ഒരു സ്ത്രീ അനന്തപുരിയിലോട്ട് കയറി വരുന്നതാണ്. അനന്തപുരിയിൽ എന്തൊക്കെയോ ചടങ്ങ് നടക്കുന്നതായിട്ട് ആ സ്ത്രീ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട്, ഹോ, ഇത്രയും വലിയ കാശുള്ള വീട്ടിലെ മരുമകളായിട്ടാ അവളിങ്ങോട്ട് കയറി വന്നത്. എന്നിട്ട് അവക്ക് എന്റെ കാശ് തരാൻ ഇത്ര മടി. പണ്ടേ കോളേജ് വെച്ച് ഇവളൊരു വല്ലാത്ത പിശുക്കിയ. ഇപ്പോഴും ഇവളിങ്ങനെ പിശുക്കി ജീവിക്കുകയാണോ എന്ന് ഇവളുടെ വരവ് അനാമിക ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ലക്ഷ്മി അല്ല വരുന്നത്. ഇവളിപ്പെന്തിനാ ഇങ്ങോട്ട് കെട്ടി നിൽക്കുന്നത്? അയ്യോ, മൊത്തത്തിൽ തകർന്നല്ലേ ഈശ്വര. ഇന്നാണെങ്കിൽ ഇവിടെ എല്ലാരും ഉണ്ട്. ഈ സ്ത്രീ കയറി വരുമ്പോ തന്നെ ജയൻ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട്, ആരാ? ഞാൻ അനാമികയെ കാണാൻ വന്നതാ. അനാമികയുടെ കൂട്ടുകാരിയാ. ആഹാ, അനാമിക മോളുടെ കൂട്ടുകാരിയാണോ? എന്നിട്ടാണ് പുറത്ത് നിൽക്കുന്നത്. അകത്തേക്ക് കയറൂ. എന്തായാലും അകത്തേക്ക് വിളിച്ച സന്തോഷത്തില് ലക്ഷ്മി അകത്തോട്ട് കയറുന്നുണ്ട്. ലക്ഷ്മിയെ കണ്ടിട്ട് അനാമിക പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങുകയാണ് കേട്ടോ. ആ സമയത്ത് നയൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നയനോട് ജയൻ പറയുന്നുണ്ട്, മോളെ, അനാമിക എന്ന് വിളിച്ചു കൊടുക്ക്. അനാമികയുടെ കൂട്ടുകാരി ഇത്. ആഹാ, അനാമികയുടെ കൂട്ടുകാരിയാണോ? അതെ, ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ ഒരുമിച്ച് പഠിച്ചവരാ. ആഹാ, എന്നിട്ടാണ് ഇങ്ങനെ വന്ന കാലിൽ നിൽക്കുന്നത്. അങ്ങോട്ട് ഇരുന്നോളൂ. അനാമിക ഇപ്പൊ വിളിക്കാട്ടോ. അല്ല, കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? അയ്യോ ചേച്ചി, കുടിക്കാനൊന്നും വേണ്ട. അനാമികയെ ഒന്ന് കണ്ടാ മതി. എന്തുപറ്റി? അനാമികയോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആ, അവളെ കണ്ടിട്ട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ശരി, ഞാൻ ചെന്ന് വിളിക്കാം. ആ ചേച്ചി, ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ? ആ, എന്റെ ചേച്ചിയുടെ 5ാം മാസ ചടങ്ങ് നടക്കുക ഇന്ന്. ഏതായാലും അനാമികയുടെ ഫ്രണ്ട് ഇവിടെ വരെ വന്നതല്ലേ, ഇന്നത്തെ ചടങ്ങിന് കൂടിയിട്ട് പോകാം. അയ്യോ, ഞാൻ ഈ ചടങ്ങുള്ള വിവരമൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ജയം പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പം, ഇന്ന് ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് പോകാം. അയ്യോ സാറേ, അത് പറ്റില്ല. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ഇതുവഴി വന്നപ്പോ ഒന്ന് അനാമികയെ കാണാന്ന് കരുതിയതാ. അങ്ങനെ എന്തായാലും നയന അനാമികയെ വിളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനാമികയുടെ ഡോറിന് മുട്ടുന്നുണ്ട്. അപ്പൊ തന്നെ അനാമിക ഡോറ് തുറക്കുന്നുണ്ട്. എന്താ? ആ അനാമിക, നിന്നെ കാണാൻ താഴെ ഒരാൾ വന്നിരിക്കുന്നു. നിന്റെ കൂട്ടുകാരിയാണെന്നാ പറഞ്ഞത്. എന്റെ കൂട്ടുകാരിയോ? ഞാൻ പഠിച്ചതൊക്കെ ബാംഗ്ലൂരിലാ. എന്റെ ഫ്രണ്ട്സൊക്കെ അവിടെയാണ്. ബാംഗ്ലൂരിലെ ഫ്രണ്ട്സ് ആണെങ്കിലോ? നിങ്ങൾ എവിടെന്നാന്ന് ചോദിച്ചില്ലേ? അതൊന്നും ചോദിക്കാനുള്ള നേരം കിട്ടിയില്ല. നിന്റെ കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടുകാരിയാണെന്നാ പറഞ്ഞത്. എന്റെ കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടുകാരിയോ? എനിക്കങ്ങനെ ഒരുപാട് കാലത്ത് കൂട്ടുകെട്ടൊന്നും ഇല്ലല്ലോ. ആ, എന്താതൊന്നും എനിക്കറിയില്ല. എന്തായാലും നിന്നെ തിരക്കി വന്നതല്ലേ, ഒന്നങ്ങ് ചെന്ന് നോക്കുന്നതിൽ എന്താ കുഴപ്പം? അതെ, എന്നെ തിരക്കിയല്ല വന്നത്, അല്ലാതെ നിങ്ങളെ തിരക്കിയൊന്നും അല്ലല്ലോ. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോയി നോക്കും. അനാമികെ, നിന്നെ കാണാൻ ഒരാൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഇത്തരം ദുർവാശികളൊന്നും വേണ്ട. ഓ, അതൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തരണ്ട. അതേസമയം തന്നെ ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. മോളെ കാണാൻ ആരോ വന്നിരിക്കുന്നു താഴത്ത്. ആ, ഞാൻ അങ്ങോട്ടേക്ക് വരാമേ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനാമിക താഴോട്ട് ഇറങ്ങി വരുന്നതാണ് കേട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, മോളെ, ഇതാ മോളുടെ കൂട്ടുകാരി. അനാമികയെ കണ്ട പാടത്തന്നെ ലക്ഷ്മി ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇതാരാ? അനാമിക, ഞാൻ ലക്ഷ്മിയാ. ലക്ഷ്മിയോ? ഏത് ലക്ഷ്മി? ഓഹോ, എന്താ നീ അഭിനയിക്കാണോ? എന്നെ നിനക്ക് ഒട്ടും ഓർമ്മയില്ലേ? ദേ, എനിക്ക് നിങ്ങൾ അറിയ പോലുമില്ല. വെറുതെ ഓരോരുത്തർ എന്റെ കൂട്ടുകാരിയാന്ന് പറഞ്ഞ് കയറി വരുന്നതാ. അനാമികെ, അനാവശ്യമായിട്ട് ഓരോന്ന് പറയരുത്. ഞാൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടി തന്നെയാ. നിന്നെ പോലെ അന്തസ്സും ആത്മാഭിമാനവും ഒക്കെ എനിക്കും ഉണ്ട്. അപ്പൊ ജയൻ പറയുന്നുണ്ട്, അല്ല, അനാമിക മോളുടെ കൂട്ടുകാരിയാണെന്നല്ലേ പറഞ്ഞത്? ആ
അതെ സാറേ, ഞാൻ ഇവളുടെ കൂട്ടുകാരി തന്നെയാ. ഇവള് കല്യാണത്തിന്റെ സമയത്ത് എന്റെ അടുത്ത് നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് തിരികെ ചോദിക്കാൻ ആദ്യമൊക്കെ വിളിക്കുമ്പോൾ ഇവള് തരാന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് പറയും. എന്നെ ഇപ്പൊ കുറെ ആയിട്ട് ഇവളെ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല. എനിക്ക് ആ കാശിന് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു സാറേ. ഇപ്പം കിട്ടിയാലേ എന്റെ അത്യാവശ്യം നടക്കത്തുള്ളൂ. ഇത്രയും വലിയ വീട്ടിലേക്ക് അവളെ വിവാഹം കഴിപ്പിച്ച് ഏൽപ്പിച്ചതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ദൂരെയാ. ഇപ്പൊ നാട്ടിൽ വന്നപ്പോയാ കല്യാണം കഴിച്ചത് അനന്തപുരി തറവാട്ടിലേക്കാണെന്നൊക്കെ അറിഞ്ഞത്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അമ്മേ ഇതൊന്നും വിശ്വസിക്കില്ലേ, ഇവർ കള്ളം പറയുവാ. ഞാൻ കള്ളം പറയാണെന്നോ? അനാമികെ മുഖത്ത് നോക്കി അനാവശ്യം പറയരുത്. അനാവശ്യമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് പോലും ഇല്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് നീ ഏത് വകയില എന്റെ ഫ്രണ്ട് ആകുന്നത്? അമ്മേ, പണം തട്ടിയെടുക്കാൻ ഇങ്ങനെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പേര് മാത്രം കിട്ടിയാൽ മതിയല്ലോ, ബാക്കിയൊക്കെ ആയി. ഇത് കേട്ടപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, ഇതിലെന്താ സത്യം? കുട്ടി അനാമികയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അകത്തോട്ട് കയറാൻ പറഞ്ഞത്? സാറേ, സത്യമായിട്ട് ഞാൻ ഇവളുടെ കൂട്ടുകാരി തന്നെയാണ്. ഇവളെനിക്ക് കാശും തരാനുണ്ട്. അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുട്ടി. അനാമിക മോള് നല്ല പണമുള്ള വീട്ടിലെ കുട്ടിയാ. അങ്ങനെ ഇരിക്കുമ്പോൾ അനാമിക മോളുടെ കല്യാണത്തിന്റെ സമയത്ത് എന്തിനാ മോളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങേണ്ട ആവശ്യം? എന്ത്, ഇവള് പണക്കാരിയാണെന്നോ? ആരാ പറഞ്ഞത് ഇവള് പണക്കാരിയാണെന്ന്? ഇവളുടെ വീട്ടുകാരും ഭൂലോകം ഉടായിപ്പാ. ദേ, 1, 2 അല്ല, എന്റെ 10 ലക്ഷം രൂപയാ നിന്റെ കയ്യിലുള്ളത്. അനാമികെ, നീ വെറുതെ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട്, മോൾ ഈ കുട്ടിക്ക് കാശ് കൊടുക്കാനുണ്ടോ? ഞാൻ പറഞ്ഞില്ല വല്ലിച്ച, ഞാൻ ആർക്കും പൈസ കൊടുക്കാനില്ല. എനിക്ക് ആവശ്യത്തിന് പണം എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഇവരുടെ അടുത്ത് നിന്ന് കടം വാങ്ങിക്കുന്നേ? ഇനിയിപ്പൊ അങ്ങനെ കടം വാങ്ങിയാൽ തന്നെ ഇവിടെ വന്ന് അനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് എനിക്കത് കൊടുക്കായിരുന്നില്ലേ? ഞാനത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഇവര് വെറുതെ പറയാന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൂടെ? ഇത് കേട്ടപ്പോ കനക അങ്ങോട്ട് വരുന്നുണ്ട്. മതി, നീ കൂടുതൽ നാടകം കളിക്കൊന്നും വേണ്ട. നീ ഈ കുട്ടിക്ക് കാശ് കൊടുക്കാനുണ്ടായിരിക്കും, അത് തന്നെയാണ് സത്യം. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതെ, നിങ്ങളോട് ആരും ഈ കാര്യത്തിൽ ഇടപെടാൻ പറഞ്ഞത്? ഇതെന്റെ മോൾ ഈ പെൺകുട്ടിയും തമ്മിലുള്ള ഇടപാടാ. ഈ പെൺകുട്ടി എന്തെങ്കിലും കള്ളത്തരം പറയുന്നുണ്ടെന്ന് കരുതിയിട്ട് അതെന്റെ മോളുടെ തലയിൽ എങ്ങനെ കെട്ടിവെക്കാൻ നോക്കിയാലുണ്ടല്ലോ. എന്റെ ജാനകി, നിനക്ക് നിന്റെ മരുമകൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലായിടത്തോളൊക്കെ മതി. എന്തായാലും നിങ്ങളെപ്പോലെ ദുഷിച്ച സ്വഭാവം എന്റെ മരുമകൾക്കും വീട്ടുകാർക്കും ഇല്ല. അനാമിക പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ തള്ള എന്റെ കാര്യത്തിൽ കയറി ഇടപെടുന്നത്? വളഞ്ഞ വഴിയിലൂടെ കയറ്റിയ 2 മക്കളുണ്ടല്ലോ ഈ വീട്ടില്, അവരുടെ കാര്യം നോക്കിയാൽ മതി. എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുക. അതിനിടയ്ക്ക് ഇപ്പൊ ഇതും കൂടി കിട്ടിയപ്പോൾ അതിൽ കയറി തൂങ്ങി പിടിക്കുക. ഇത് കേട്ടപ്പോ കനകയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടല്ലോ. കനക അനാമികയുടെ മുഖത്ത് നോക്കി ഒരൊറ്റൊന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് എല്ലാവരും അന്തം വിട്ട പോലെ നിൽക്കാണ്. എല്ലാം ഞാൻ ക്ഷമിക്കും, പക്ഷേ എന്റെ മക്കളെ ദ്രോഹിക്കാൻ നോക്കിയാ അത് ഞാൻ ക്ഷമിക്കില്ല. നിനക്കെന്റെ നന്ദൂട്ടനെ കൊല്ലണല്ലേടി? കനക അനാമികയെ പിടിച്ച് തള്ളുന്നുണ്ട്. അതിന് പിന്നിലായിട്ട് നവ്യ അനാമികയിട്ട് ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.